ഹലോ ഗൈസ്, അപ്പം ഞാനൊന്നൊരു സ്ഥലം വരെ പോവുകയാണ് ഗൈസ്. ഞാനും അമ്മയും പപ്പയും അച്ഛമ്മയും കൂടിയാണ് ഇന്ന് ഞാൻ പോകുന്നത്. പിന്നെ അതാ മാറ്റി വന്നിട്ടുണ്ട് ഗൈസ്. ഞാനൊരു ഉടുപ്പാണ് ഇട്ട്. എന്താ വെച്ചാൽ ഞങ്ങൾ ശാന്തിഗിരി ഒരു ടെമ്പിളിലേക്കാണ് പോകുന്നത്. ഒരു അമ്പലമാണല്ലോ. അപ്പോൾ എന്നോട് അവിടേക്ക് ജീൻസും വേണ്ടിട്ടില്ല, ഞാനൊരു ഫ്രോക്ക് ഇട്ടിട്ടാണ് പോകുന്നത്. അപ്പോൾ പപ്പയും അമ്മയൊക്കെ വീണ അങ്ങോട്ടേക്ക് അമ്മയൊക്കെ മാറ്റിയിട്ടുണ്ട്. അമ്മ അവിടെ എന്തൊക്കെ എടുത്ത് വന്ന് റെഡിയായി. അമ്മ വന്ന് ഞാൻ അവിടേക്ക് ലേറ്റിട്ട് ഞാൻ ഇതാ റെഡിയായി കാറിൽ കയറി. അച്ഛമ്മ കാറിൽ കയറിയിട്ടുണ്ട്. ഇനി അമ്മ വീഡിയോ എടുക്കുകയാണ്. ഇനി അമ്മ കയറി ഇവരൊക്കെ കയറി വണ്ടി മുന്നോട്ടെടുക്കുകയാണ്. ഞാൻ ഗേറ്റ് അടയ്ക്ക് ഞാനാണ് ഗേറ്റ് അടയ്ക്കലേക്ക്. ഗേറ്റ് അടയ്ക്കാൻ ഇഷ്ടം നീക്കി പോകുന്നത്. അവസാനം ഗൈസ് ഇവർ വണ്ടി എടുത്ത് മുന്നോട്ട് പോയിക്കാൻ. എന്നിട്ട് ഞാൻ നടന്ന് വന്ന് പിന്നെ കയറിയതാണ്. എന്നിട്ട് പിന്നെ ഞങ്ങൾ വണ്ടി എടുത്ത് പോയി. ഇപ്പം ഞാൻ വണ്ടിയിലുണ്ട് കേട്ടോ ഗൈസ്. ഞങ്ങളങ്ങനെ ശാന്തിഗിരിയിലേക്ക് പോവാണ്. അവിടെ പോകണമെന്ന് ഞങ്ങൾക്ക് കുറേ പ്രശ്നം പറഞ്ഞു. അവിടെ പോവുക എന്നങ്ങനെ ഞങ്ങൾ ഇപ്പോൾ പോവുകയാണ് ഗൈസ്. അപ്പോൾ അവിടെ കുറേ വണ്ടികളൊക്കെ ഉണ്ട്. ഞങ്ങൾ വഴിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അവിടെ കുറേ അപ്പം നമുക്ക് ഇവിടെയൊക്കെ കുറേ പീടിയില്ലേ. നമുക്ക് അവിടെ നിന്നൊക്കെ എന്തെങ്കിലും ഫുഡൊക്കെ വാങ്ങി കഴിക്കാം. രാത്രി വരുമ്പോൾ ഫുഡ് കഴിച്ചിട്ട് വരാം. പപ്പ സമ്മതിച്ചില്ല ഗൈസ്. പപ്പ നമുക്ക് വീട്ടിലെ ചോറ് തിന്നാൽ മതി, പുറത്തുനിന്നുള്ള ഫുഡ് കുറയ്ക്കണം എന്ന് പറഞ്ഞു പപ്പ. ഞങ്ങളതാ അവിടെ എത്തിയിട്ടുണ്ട്. ഇനി അവിടെ അങ്ങനെ എന്തോ മലയുടെ മുകളിലല്ലേ, അപ്പം കയറിക്കൊണ്ട് പോവുകയാണ് ഗൈസ്. അതാ ശാന്തിഗിരി. എന്താ രസം ഇതൊക്കെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ഹിസ്റ്റോറിക്കൊക്കെ സോഷ്യലൊക്കെ സോഷ്യലിലതൊക്കെ കാണാനായിരിക്കും വരുന്നത്. അവിടെ ഒരു വണ്ടി വന്ന് ഞങ്ങൾ ബ്ലോക്കിൽ പെട്ട് പോയി ഗൈസ്. ബ്ലോക്കിൽ വണ്ടി വന്ന് ഞങ്ങൾ പെട്ടെന്ന് ഇതിലൂടെ അടുത്ത് അങ്ങോട്ട് പോയി. അപ്പോൾ ഇവിടെ ഇതിലൂടെയാണെങ്കിൽ കൊണ്ടുപോകാൻ പറ്റില്ല. അയാൾക്കാണെങ്കിൽ വണ്ടി ഓടിക്കാറില്ല തോന്നുന്നു ഗൈസ്. അങ്ങനെയാണ് വണ്ടി ഓടിച്ച അയാൾ. ഞങ്ങൾ അവിടെ നിർത്തിക്കഴിഞ്ഞാൽ അയാൾ വണ്ടി എടുക്കാതെ ഞങ്ങൾ വണ്ടി എടുത്ത് പോയപ്പോൾ ഞങ്ങൾ വണ്ടി എടുത്ത് ഞങ്ങളിതാ എത്തിയിട്ടുണ്ട്. സംഭവം അത് അവിടെ എത്തിയ ആൾക്കാർ നടന്ന് പോകുന്നത് ഗൈസ്. ഇവിടെ ഗൈസ് കുറേ ആൾക്കാർ ഇതാ ഒരു കുറച്ചും കൂടി ആയിരുന്നു. എനിക്ക് വയനാടാണ് ഗൈസ് ഓർമ്മയെന്ന്. വയനാട് ചുരം കണ്ടു ഗൈസ്. നല്ല അവിടെ ഈ റോട്ടിൽ ഞാൻ നല്ല ആരുമില്ല. പിന്നെ ഞാൻ അവിടെ റോട്ടിൽ ഇറങ്ങിയപ്പോൾ നല്ല തണുപ്പൊക്കെയാണ് ഗൈസ്. കുറേ സ്കൂട്ടറൊക്കെ പോകുന്നുണ്ട് ഗൈസ് അതിലൂടെയൊക്കെ ഗൈസ്. കുറച്ച് ദൂരമൊക്കെ ഉണ്ട് ഇത് നടക്കുക. ഞാൻ ഇത് കണ്ടപ്പോൾ ഞാൻ റോഡിൽ ഞങ്ങൾ ഇങ്ങോട്ടേ കയറുന്ന സമയത്ത് ഞങ്ങൾ ഈ റോഡ് കണ്ട് നല്ല രസമുണ്ടായിരുന്നു ഗൈസ്. റോഡ് കണ്ടു സോറി ഗൈസ്. നല്ല ഭംഗിയുണ്ട് ഗൈസ്. ഇതൊക്കെ താഴ്ന്ന് മുകളിലോട്ട് വെക്കുമ്പോൾ ഈ ആശ്രമം കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് ഗൈസ്. റോഡൊക്കെ ഇങ്ങനെ കാണാൻ. റോഡൊന്നും കാണാൻ കഴിയില്ല, എന്താ വെച്ചാൽ മരങ്ങളാണ് ഫുള്ള്. അപ്പോൾ അതവിടെ വണ്ടി നിർത്തണം. വണ്ടി നിർത്താൻ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് വണ്ടി നിർത്തി. അവിടെ ഞങ്ങൾ വണ്ടി നിർത്തി ഗൈസ്. ഇങ്ങനെ വണ്ടി നിർത്തി ഞങ്ങൾ ഇനി അവിടെ എത്തിയിട്ടുണ്ട്. കുറച്ച് അങ്ങോട്ട് നടന്ന് എത്തിയപ്പോൾ ഞങ്ങളുടെ ഈ ഓട്ടോറിക്ഷൻ്റെ ഇവിടെയാണ് വണ്ടി നിർത്തുക. അല്ല സോറി ഗൈസ്, ഞങ്ങൾ ഈ കാറിൻ്റെ ഇടയിൽ നിർത്തും. ഇവിടെയാണ് ഞങ്ങൾ നിർത്തുന്നത് വണ്ടി ഗൈസ്. അവിടെ നിർത്തി ഇനി വേഗം അവിടെ പോകണം ഗൈസ്. ഇനി നിങ്ങൾ പോവുകയാണെങ്കിൽ അവിടെ പോകുമ്പോൾ കാലൊക്കെ കഴുകി പോകണമെന്നാണ് ഞങ്ങൾ കാലൊക്കെ കഴുകി പോയി. നിങ്ങൾ പോവുകയാണെങ്കിൽ രാവിലെ പോയിക്കോ ഗൈസ്. രാവിലെ പോവുകയാണെങ്കിൽ വൈകുന്നേരം പോയിക്കോ. ഒരു വെളിച്ചത്തോടെ ഇവർ പറഞ്ഞു അവിടെ കുറേ കാഴ്ചയൊക്കെ ഉണ്ടായിരുന്നു. ലൈറ്റൊക്കെ കാണിച്ചാൽ ഇതാന്നൊക്കെ പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലായില്ല ഗൈസ്. ഇതങ്ങനെ ഗൈസ് അടിപൊളി. അവിടെ ആൾക്കാർ ഫോട്ടോ എടുക്കുകയാണ് ഗൈസ്. അതിൻ്റെ ഉള്ളിൽ ക്യാമറയൊക്കെ ഉണ്ട്, ക്യാമറമാനൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ അകത്ത് കയറുകയാണ്. വഴി ഫുള്ള് വെള്ളം ഗൈസ്. എന്താണ് ഞാൻ എൻ്റെ ആലോചിയുടെ മുകളിൽ പോയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് റെഡ് പെയിൻ്റ് അടിക്കാറ്, റെഡ് പെയിൻറ്റ് വയ്ക്കുക. അങ്ങനെയൊക്കെ ഗൈസ്. ഞാൻ അവിടെ പൂഴിയാണ് ഗൈസ്. നമ്മൾ ബീച്ചിട്ട പൂഴി പോലെയല്ല, ഇത് എന്തോ മണ്ണ് പോലെയാണ്. നല്ല രസമുണ്ട് കേട്ടോ ഗൈസ്. ഇത് ചവിട്ടുമ്പോൾ നല്ല സുഖമാണ്. ഞാനും പപ്പിയും കയറി ഇവരിങ്ങനെ പതുക്കെ വരുന്നത്. പിന്നെ അവിടെ ഒരു ലൈറ്റ് ഉണ്ട് ഗൈസ്. ആ ലൈറ്റ് അടിപൊളിയാണ്. ഞങ്ങൾ അതിൻ്റെ അകത്ത് കയറുമ്പോൾ അവിടെ അവിടുത്തെ ചേർക്കണ്ട് എനിക്കറിയില്ല. പപ്പ കയറി നടക്കാൻ തുടങ്ങി. ഞാൻ അവിടെ ആരൊക്കെയോ എന്തൊക്കെയോ പറയും. ആടെന്തോ പ്രാർത്ഥനയൊക്കെയാണ് ഇപ്പോൾ അവിടെ. ഇതാണ് ഗൈസ് ഫുൾ തൂണ്, വലിയ തൂണ്. എന്താ രസമല്ലേ ഗൈസ്, അടിപൊളിയാണ്. ആടെന്തോ പരിപാടിയാണ്. അതാണ് അച്ഛമ്മ അതാ അവിടെ വീഡിയോ എടുക്കുകയാണ്. ഞാൻ അതൊക്കെ നോക്കി നിൽക്കുക ഗൈസ്. എന്തായാലും നല്ല ഭംഗിയുള്ളവർ അവിടെ ഭയങ്കര റിലാക്സ് ആയിരിക്കാൻ പറ്റിയ സ്ഥലമാണ് ഗൈസ്. അത് നല്ല ഒരു കാറ്റും നല്ല തണുത്ത കാറ്റൊക്കെയാണ് അവിടെ. പപ്പ വീഡിയോ എടുക്കുന്നുണ്ട്, അമ്മയും വീഡിയോ എടുക്കുന്നുണ്ട് ഗൈസ്.
അവിടെ ആൾക്കാരൊക്കെ നിന്ന് അവിടെ നാളെ എന്തോ അവിടെ പരിപാടിയിലുണ്ടായിരുന്നു. അപ്പോൾ പപ്പയ്ക്ക് ഫോട്ടോ എടുക്കണമെന്നാണ്. പപ്പ കൈ തൊട്ട് മുകളിലോട്ട് മതിയെന്ന് കൈ തൊട്ട് മുകളിലോട്ടേക്ക് എടുത്താണ് ഞാൻ. അതാ ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്ത് അവിടുത്തെ ലൈറ്റ് ഉണ്ട്, തൂങ്ങി നിൽക്കുന്ന ലൈറ്റ് നല്ല ഭംഗിയുണ്ട് ഗൈസ്. അങ്ങനെയൊക്കെ നല്ല ഭംഗിയുള്ള ഓരോ ലൈറ്റുകളൊക്കെയാണ് ഗൈസ് അവിടെ ഉള്ളത്. സത്യം പറഞ്ഞാൽ അവിടെ ഫുൾ അടിപൊളിയാണ് ഗൈസ്. അവിടെ മണിയൊക്കെ ഉണ്ടായിരുന്നു, മണിയൊക്കെ എനിക്ക് അടിയാണ്, ഞാൻ അടിച്ചില്ല. അച്ഛമ്മ അവിടെ മൊത്തം വീഡിയോ എടുക്കുകയായിരുന്നു. അച്ഛമ്മയും പപ്പിയും അമ്മയൊക്കെ വീഡിയോ എടുക്കുക. ഞാൻ പിന്നെ ഇങ്ങനെ നടന്ന് നിൽക്കുക. പിന്നെ അച്ഛമ്മേൻ്റെ കൂടെ ഞാൻ കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ കളിച്ചെടുക്കുക. ഞാൻ അച്ഛമ്മേൻ്റെ കൂടെ കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് അതിൻ്റെ ഉള്ളിൽ കയറി നിന്ന് ഇപ്പം ഞങ്ങളുടെ ആയിട്ടിറങ്ങി നിന്ന് അങ്ങനെ ഓരോ സ്ഥലത്തൊക്കെ നിന്ന് ഫോട്ടോ എടുക്കുകയായിരുന്നു ഗൈസ്. അവിടെ ഇടയ്ക്കൊക്കെ മഞ്ഞ ലൈറ്റൊക്കെ വന്നിട്ട് നല്ല ഭംഗിയുണ്ട് ഗൈസ്. മഞ്ഞ് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വെള്ള ഇടയിലൊക്കെ വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് ഗൈസ്. അപ്പോൾ ഇതൊക്കെ എന്തുണ്ടാക്കുക എത്ര കഷ്ടപ്പാടേക്കും ഇതൊക്കെ. അപ്പോൾ ഞങ്ങൾ കസാരയിലിരുന്ന് ഞാൻ അച്ഛമ്മ കസാരയിരുന്ന് അച്ഛമ്മയ്ക്ക് പിന്നെ നടക്കാൻ വയ്യ. അച്ഛമ്മ കസാരയിലൊക്കെ ഇരുന്ന് അപ്പോൾ ഞാനും അച്ഛമ്മയും കൂടി കുറേ ഫോട്ടോ ഒക്കെ എടുക്കുകയാണ്. അച്ഛമ്മ അത് തോന്നുന്നെങ്കിൽ ഇതോടെ എത്തില്ല. അച്ഛമ്മ സുട്ടേനി ഞാൻ അത് ഫോട്ടോ കാണിച്ചെടുത്ത് ഞാൻ അവസാനം അവിടെ ഞാൻ തട കുറേ നേരം നിന്ന് എന്നിട്ട് അച്ഛമ്മ ഇതൊക്കെ ഒന്ന് എനിക്ക് വീഡിയോ എടുത്തരും. ഞാൻ നല്ല വീഡിയോ ഒക്കെ എടുത്തെടുത്ത് അച്ഛമ്മയ്ക്ക് പിന്നെ അവിടെ ഭയങ്കര പ്രാർത്ഥനയൊക്കെയാണ് അവിടെ ഉള്ളൊരു പ്രാർത്ഥനയൊക്കെ എനിക്കറിയാം. എൻ്റെ അച്ഛൻ്റെ സന്ദീപ് അപ്പം അവിടെ താഴെക്കറിയാം. അപ്പം ഞാൻ അതവിടെ എഴുതിയതൊക്കെ ഞാൻ വായിച്ചിരിക്കും. ഇങ്ങനെ പ്രാർത്ഥനയൊക്കെ മനസ്സിലായി. അവിടുത്തെ ഇതൊക്കെ എനിക്ക് പ്രാർത്ഥന ഇത് മൊത്തം എഴുതിയിട്ടുണ്ട്. അവർ പ്രാർത്ഥിക്കുന്നൊക്കെ അവിടെ ഓരോരോ താമരയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ മനസ്സിലായി. പിന്നെ ഞങ്ങൾ അത് മൊത്തം അങ്ങനെ ചുറ്റുകയാണ്. കണ്ടു ഓം ശ്രീ കരുണാകര ഗുരു എന്നൊക്കെ അങ്ങനെ കുറേ ഇത് മൊത്തം അവിടുത്തെ ഒരു പ്രാർത്ഥനയാണ്. പിന്നെ ഇതാ ഗൈസ് അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ ഈ ലൈറ്റൊക്കെ കണ്ടോ ഗൈസ്. അവിടെ ലൈറ്റ് കാണുന്നൊക്കെ ആ ലൈറ്റൊക്കെ എന്തൊക്കെയൊക്കെ ഇവിടുത്തെ എന്തൊക്കെയൊക്കെ ബിൽഡിങ്സൊക്കെയാണ്. ഇതാ ഗൈസ് ഇതിൻ്റെ അടിപൊളിയല്ലേ ഗൈസ്. അമ്മ അവസാനം വീഡിയോ ഒക്കെ എടുക്കുകയാണ്. അമ്മയും പപ്പയും അവിടെ നിന്ന് വീഡിയോ എടുക്കുകയാണ്. ഞാനും അച്ഛമ്മയും ഇങ്ങനെ പതുക്കെ നടന്ന് അമ്മേൻ്റെ ഫോൺ ഇന്ത്യയില്ല. അത് നല്ല സൂം ചെയ്തിട്ട് ഓരോ ലൈറ്റിൻ്റെ അടുത്തൊക്കെ കൊണ്ട് അവിടുത്തെ നോക്കിയിരിക്കണി ഞാനും അച്ഛമ്മയും അമ്മയും പപ്പയും ഇങ്ങനെ നടന്ന് പോവുക. പിന്നെ അച്ഛമ്മയും ഞാനും ഒക്കെ അവിടെ ഞങ്ങൾ മൊത്തം ഫോട്ടോ ഒക്കെ സൂം ചെയ്ത് സെറ്റാക്കി നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ഒരുമിച്ചെത്തി. പിന്നെ ഞങ്ങളിതാ പപ്പയൊക്കെ ഞാനാ ഗൈസ് വീഡിയോ എടുത്തത്. ഇത് ഫുള്ള് വീഡിയോ എടുത്ത് പിന്നെ അവിടുത്തെ അപ്പുറത്തെ പീഡിയുണ്ട്. അപ്പം ഞങ്ങൾ അവിടെ പോയി അവിടെ അരുണിൻ്റെ ഐസ്ക്രീം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതിൽ കുറേ അടിപൊളി ഐസ്ക്രീം ഉണ്ടല്ലോ ഓരോരോ ഷേപ്പിലൊക്കെ. അങ്ങനെ ഞാൻ കുറച്ച് ഐസ്ക്രീമൊക്കെ വാങ്ങി. പിന്നെ അവർ കുടിക്കാൻ ജ്യൂസൊക്കെ വാങ്ങി. ഞാൻ ജ്യൂസൊന്നും വാങ്ങിയില്ല, അവർ സോഡ ഇട്ടാണ് തോന്നുന്നു വാങ്ങിയത്. അവിടെ ഇരിക്കാൻ സ്പേസൊക്കെ ഉണ്ട്, സോഡയാണ് വാങ്ങി. പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് റിലാക്സ് ചെയ്തിരുന്നു. ഇതിൽ മീനൊക്കെ ഉണ്ട് ഗൈസ്. ഇതൊക്കെ ഉണ്ടോ ഗൈസ്, കുറച്ച് മീനുകളുണ്ട്. അതാ ഗൈസ് ആ ബ്ലാക്ക് കുറേ മീനുകളുണ്ട്, കുറച്ച് മീനുകളുണ്ട്. ഞാൻ പപ്പ അവിടെ പോയി എന്തൊക്കെയൊക്കെയാണ് വേണ്ടതെന്നൊക്കെ അതിൽ എഴുതിയതൊക്കെ വായിച്ചു നോക്കാണ്. അങ്ങനെ അതൊക്കെ വായിച്ചു നോക്കാണ് ഞങ്ങൾ. എന്തൊക്കെ അതിലുണ്ടെങ്കിൽ ഞാൻ പപ്പാമ്പക്കീൻ്റെ അടുത്ത് ഒരു ഐസ്ക്രീം വാങ്ങാം. 3 എനിക്ക് ഇഷ്ടമായി. ഈ 3 മുമ്പൊക്കെ വാങ്ങിയാലോ എന്ന് ചോദിച്ചു ഞാൻ. പപ്പ അമ്മയും അത് സമ്മതിച്ചില്ല, പറ്റൂല, 2 ഒന്ന് ഒരു കേക്ക് പോലത്തെ ഒന്നാണ്. പിന്നുള്ളത് ഇതാണ് ഈ ഒരു കേക്കും പിന്നെ അവിടെയുള്ള ആ കോഴി സാധനവും പിന്നെ ഒന്നും കൂടി ഉണ്ട്. മറ്റേ ഇങ്ങനെ ജ്യൂസ് പോലെ കുടിക്കുന്നത് അത് ഞാൻ വേണ്ടാന്ന് വെച്ച് ഇത് കുടിക്കുന്നതാണ്. എന്താ വെച്ചാൽ അമ്പളം അവിടെയൊക്കെ ഉണ്ട് ചെയ്യുന്നുണ്ട്. മറ്റേ 2 ഉണ്ട് അവിടെയൊന്നും ഞാൻ കണ്ടില്ല. അപ്പം ഇത് 2 ഞാൻ വാങ്ങി. ഇതെന്താ വെച്ചാൽ കോലുള്ളിലേക്ക് ആക്കി കഴിഞ്ഞാൽ കഴിക്കാം. അതിലെന്തോ കടിക്കാനൊക്കെ ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എന്തിന് വാങ്ങിക്കഴിഞ്ഞാൽ ഇതൊക്കെ നല്ലതാണ്. ഞാനിതിപ്പോൾ അതിൽ കൊണ്ടുവച്ചോ അലിഞ്ഞോ. അപ്പോൾ ഞാൻ അതിൽ കൊണ്ടുവച്ച് അത് ഞാൻ തിന്ന്. അമ്മ എടുത്തപ്പോഴത്തേക്കും കുറേ തിന്ന്. നല്ല ടേസ്റ്റ് ഉണ്ട്, സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട്. പപ്പ ഇത് കണ്ടിട്ട സാധനം ഞാൻ നല്ല ടേസ്റ്റുള്ള സാധനമൊക്കെയാണ് പപ്പ തന്നെ. പപ്പ സമ്മതിക്കില്ല. പിന്നെ അവർ വാങ്ങി സോഡയൊക്കെ വാങ്ങി.
അങ്ങനെ ഞങ്ങളത് കുടിച്ച് കുറച്ച് നേരം റിലാക്സ് ചെയ്ത് അവിടെ ഇരുന്ന് കണ്ടോ ഗൈസ്. ഞങ്ങൾ അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ലേസ് വാങ്ങിട്ടോ. ഗൈസ് അങ്ങനെ ഞങ്ങൾ ലേസൊക്കെ വാങ്ങി. ലേസ് അമ്മയ്ക്ക് വേണമെന്ന് അമ്മയ്ക്ക് ഈ ലേസ് കഴിക്കണ്ട, ഞാൻ പച്ചയ്ക്ക് വേണമെന്നാണ് ഞാൻ കഴിച്ചിട്ട് തിന്ന് കഴിഞ്ഞ് ഞാൻ ആ സാധനം വീട്ടിൽ കൊണ്ടായാലും വിചാരിച്ച് അവസാനം ഞാനതവിടെ വേസ്റ്റിലിട്ടു. അമ്മേനോട് ചോദിച്ചാൽ അമ്മയോട് ലേസ് വാങ്ങാം. അപ്പം അമ്മ സമ്മതിച്ചു ലേസ്. അച്ഛമ്മ സമ്മതിച്ചു. അച്ഛമ്മ എനിക്ക് വാങ്ങിക്കാൻ തന്നു. അച്ഛമ്മയ്ക്ക് ലേസ് വേണമെന്ന്. അപ്പം അച്ഛമ്മ വാങ്ങി. അത് അച്ഛമ്മ തന്നു ലേസ്. അമ്മ ഇതാ സോഡ എന്തായിട്ട് ഇത് സോഡയും എനിക്ക് ഓർമ്മയില്ലേ ഗൈസ്. ലൈം സോഡ ലൈം സോഡ ഞാൻ കുടിക്കുന്ന ഗൈസ്. അമ്മ എനിക്ക് സാധനം ഇഷ്ടമല്ല. ലൈം എനിക്ക് ഇഷ്ടമല്ല. സോഡ എന്നെ ഇഷ്ടമല്ല. അപ്പോഴാണ് ഈ 7up സോഡ പിക്സിയോ എനിക്ക് ഇഷ്ടമല്ലാത്ത. അപ്പം ഞങ്ങൾ ആ കേക്ക് എടുത്ത് തിന്നാൻ തുടങ്ങി. ഞാൻ പിന്നെ ആ കേക്ക് എനിക്ക് ടേസ്റ്റ് നോക്കാൻ ആഗ്രഹമായി. ഞാൻ കേക്ക് എടുത്ത് കൈകൊണ്ട് അങ്ങോട്ട് കടിച്ചു തിന്നാലോ. ഞാൻ പിന്നെ സ്പൂണൊക്കെ ഉള്ളത് സ്പൂണുണ്ട്. എന്താ വെച്ചാൽ അത്രയും കട്ടിയല്ല. ഞാൻ ഏറ്റവും അടിയത്തെ എടുത്തോണ്ട് നല്ല കട്ടിയുണ്ട്. അടിയത്തെ നല്ല കുറച്ച് പകുതി നടുക്കത്തെ എടുത്തപ്പോൾ നല്ല കട്ടി. അപ്പോൾ അങ്ങനെ മുറിച്ചിട്ട് അങ്ങോട്ട് കിട്ടിയില്ല. ഞങ്ങൾ അങ്ങനെ അവിടുന്ന് ഇറങ്ങി ഞങ്ങൾ പിന്നെ അവിടെ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം ഞങ്ങൾ അവിടെ കാണുന്ന കുറച്ച് പീടികളിലൊക്കെ കയറി പിന്നെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് സാധനമൊക്കെ വാങ്ങി. അവിടുന്ന് കുറച്ച് ഞങ്ങൾ ചന്ദനത്തിരി കണ്ടേ, നല്ല മണമുള്ള ചന്ദനത്തിരി കണ്ടപ്പോൾ അതൊന്ന് വാങ്ങി. പിന്നെ എന്തൊക്കെയും മരണം വാങ്ങി. അത് ഡിഷ് വരുന്ന വയ്ക്ക് ഞാൻ ചിക്കൻ ദോശ ഇനി ഓർഡർ ചെയ്ത് ഇല്ല പിന്നെ കിട്ടി. അപ്പം എൻ്റെ ഈ ഒരു വീഡിയോ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓക്കെ ബൈ.